ഗുഡ് ഈവനിങ് ടോൾ. ഇന്ന് എക്സ്പയറി ഡേയിൽ നമ്മൾ നിഫ്റ്റിയിൽ ഇന്നലെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഇന്നലെ തിരക്കായിപ്പോയി. അപ്പോൾ മാർക്ക് ചെയ്തിരുന്ന ലെവലുകളിൽ ഓപ്പൺ ആയതിനു ശേഷം നിഫ്റ്റി 25,198 കടക്കാനാവാതെ തിരിച്ച് താഴോട്ട് നമ്മുടെ ലെവലുകളിലൊക്കെ റെസ്പെക്റ്റ് ചെയ്ത് 25,027 കയറി റീട്രേസ്മെൻറ്റ് തന്ന് 56 വീണ്ടും നല്ലൊരു ഫോള് ഇവിടെ വന്ന് നമ്മൾ മാർക്ക് ചെയ്തിരുന്ന 24,845 ലെവലിൽ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. താഴെ വന്ന് അതിന് മുകളിൽ ക്ലോസായി. അപ്പം ഇന്ന് പി ഇ സൈഡാണ് പ്രീ മാർക്കറ്റിൽ തന്നെ ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തായിരുന്നു. പെയ്ഡ് ഗ്രൂപ്പിൽ പി ഇ സൈഡ് തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 2 പി ഇ എൻട്രിയാണ് ഇന്ന് നമുക്ക് ഉണ്ടായിരുന്നത്. മോർണിംഗ് ടൈമിൽ 25,150 പുട്ട് ഓപ്ഷൻ 46 രൂപയിലാണ് വാങ്ങിയത്. നല്ലൊരു റൈഡിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ശേഷം 1 മണിക്ക് ശേഷം വന്ന ട്രേഡ് 1 മണിക്ക് ശേഷം 1:20 53 ലെവലിൻ്റെ മുകളിൽ 34 SL വെച്ചുകൊണ്ട് 53 ലെവലിന് മുകളിലൊരു നല്ല ട്രേഡ് പി സൈഡ് വീണ്ടും നല്ല മൂവ്മെൻ്റ് അത് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ പി സൈഡ് തന്നെയാണ് പ്രീ മാർക്കറ്റിൽ പറഞ്ഞ പോലെ തന്നെ പി സൈഡ് തന്നെയായിരുന്നു ഇന്ന് നിഫ്റ്റിയിലുണ്ടായിരുന്നത്. അത് കറക്റ്റായിട്ട് ഗ്രൂപ്പ് അംഗങ്ങൾക്കൊക്കെ ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നാളത്തെ ലെവലുകളെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. നാളെ നിഫ്റ്റിയുടെ മാർക്ക് ചെയ്തിരിക്കുന്ന ലെവലുകൾ റേഞ്ച് 24,887 24,827 ഇത് ഗ്യാപ്പ് അപ്പ് വന്നു കഴിഞ്ഞാൽ മോളിൽ ഗ്യാപ്പ് അപ്പ് വന്ന് ഇപ്പോൾ ഗ്യാപ്പ് അപ്പ് വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ റിജക്ഷൻ കിട്ടിയേക്കാം. അത് സപ്പോർട്ട് എടുത്ത് ബ്രേക്ക് ഔട്ടിന് അടുത്ത് കാണുന്നുണ്ടെങ്കിൽ സി സൈഡ് തന്നെ പോകാം. സി സൈഡ് ഇവിടെ 24,910 മുകളിൽ റിജക്ഷനിലൂടെ വന്നെങ്കിൽ ഇവിടെ തന്നെ സപ്പോർട്ട് എടുത്ത് കയറുകയാണെന്നുണ്ടെങ്കിൽ 24,967 അതിന് മുകളിൽ 25,027 എന്ന് പറഞ്ഞ ലെവൽ വരെ ആണ് ടാർഗറ്റ്. മോർണിംഗ് ടൈമിലാണ് പറയുന്നത്. ഇനി താഴെ 24,827 സപ്പോർട്ട് ആണെങ്കിൽ സി സൈഡ് നോക്കാം. അത് ബ്രേക്ക് നടത്തുകയാണ്, ഡൗണാണ്, ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെ 24,777 അതും ബ്രേക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ 24,707 ഇതുവരെ ടാർഗറ്റാക്കി പി നമുക്ക് വാങ്ങാനാവും. അപ്പോൾ സ്ട്രൈക്ക് സെലക്ട് ചെയ്യുന്നത് 25,000 കോൾ ഓപ്ഷനാണ്. ഇപ്പം നിലവിൽ ഇന്നത് 120 ആണ് ലോ ഉണ്ടാക്കിയിരിക്കുന്നത്, ഹൈ 313 നിലവിൽ നമുക്കിപ്പം നിലവിൽ തന്നെ സപ്പോർട്ടിലല്ല നിൽക്കുന്നത്. അപ്പം നാളെ ഏത് ഓപ്പൺ ആയതിനു ശേഷം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ 130 മേലെയാണ് ഓപ്പൺ ആകുന്നുണ്ടെങ്കിൽ 148 ടാർഗറ്റ് ആക്കിക്കൊണ്ട് ട്രേഡ് എടുക്കാം. അത് ബ്രേക്ക് ആയാൽ 165 വരെ ടാർഗറ്റ് എടുക്കാം. നല്ല മൂവ്മെൻറ്റ് നിഫ്റ്റിയിൽ ഇൻഡെക്സിൽ മാർക്ക് ചെയ്ത് നമ്മുടെ ലെവലുകളെല്ലാം ബ്രേക്ക് ഔട്ടുകൾ നടത്തുകയെന്നുണ്ടെങ്കിൽ റൈഡ് ചെയ്യിച്ച് കൊണ്ടുപോകാം. ആണ് പ്ലാനുള്ളത്. ഇനി പി ഇ സൈഡിൽ 24,700 പുട്ട് ഓപ്ഷനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇന്നത് 32 രൂപയിൽ നിന്ന് 120 രൂപ വരെയുള്ള മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഇപ്പം നിലവിൽ 110 രൂപയിലാണ്. 119 മുകളിൽ 120 മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ ഗ്യാപ്പ് ഡൗൺ വന്ന് 120 മുകളിൽ ക്യാൻഡിൽ ക്ലോസ് 5 മിനിറ്റിൽ കിട്ടിയാൽ നമ്മുടെ സ്ട്രാറ്റജി പ്രകാരമുള്ള ക്യാൻഡിൽ രൂപപ്പെട്ട് കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് ട്രേഡ് നോക്കാം. 140 ആണ് ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് 179.
ഇപ്പോൾ താഴെ സപ്പോർട്ടുകൾ ഉണ്ട്. സപ്പോർട്ട് 96 ഒരു സപ്പോർട്ടാണ്, 86 വരെ. ഇതിന് താഴോട്ട് തന്നെ വെയിറ്റ് ചെയ്തെടുക്കുന്ന ട്രേഡാണ്. അത് മോർണിംഗ് ട്രേഡിൽ വരില്ല. ഈ 2 ലെവലിൽ സപ്പോർട്ട് ട്രേഡും മോർണിംഗ് ട്രേഡിൽ തന്നെ കിട്ടാനും സാധ്യതയുണ്ട്. അപ്പോൾ ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ 120 മേലെ നോക്കുക. ഓക്കെ, അപ്പോൾ ട്രേഡിന് ശേഷം നാളെ ഈവനിങ് വീണ്ടും കാണാം.